Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ജീവിതം ഇവിടെ അവസാനിച്ചേക്കാം. അല്ലെങ്കിൽ ഈ കളിയിൽ ഞങ്ങൾ തോറ്റുപോയെന്ന് വരാം. പക്ഷെ അവർ ഞങ്ങളുടെ കൂട്ടുകാർ. വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ഉള്ളി പരിപ്പു ചേർന്ന സാമ്പാറാ, ഇത് സാമ്പാറാ. ഓ തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ഉള്ളി പരിപ്പു ചേർന്ന സാമ്പാറാ, ഇത് സാമ്പാറാ. കായം മണക്കും, നേരം കൊതിക്കും, നാവ് തുടിക്കും, മോഹം നിറയും. ഓ ദോശയോ അതോ കുത്തരിച്ചോറോ, കുഴച്ചു തിന്നാൻ സാമ്പാറാ, ചുടു സാമ്പാറാ. തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ഉള്ളി പരിപ്പു ചേർന്ന സാമ്പാറാ, ഇത് സാമ്പാറാ. തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ഉള്ളി പരിപ്പു ചേർന്ന സാമ്പാറാ, ഇത് സാമ്പാറാ. കൊട്ടും കുരവയും താളപ്പെരുമയും ആഘോഷമാകെ
ഉള്ളി പരിപ്പു ചേർന്ന സാമ്പാറാ ഇത് സാമ്പാറാ ഓ തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക വെള്ളരിക്ക ഉള്ളി പരിപ്പു ചേർന്ന സാമ്പാറാ ഇത് സാമ്പാറാ മഴക്കും നിറം കൊതിക്കും മാവ് തുടിക്കും മോഹം നിറയും ഓ ദോശയോ അതോ കുത്തരിച്ചോറോ കുഴച്ചു തിന്നാൻ സാമ്പാറാ ചുടു സാമ്പാറാ തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക വെള്ളരിക്ക ഉള്ളി പരിപ്പു ചേർന്ന സാമ്പാറാ ഇത് സാമ്പാറാ ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ഓ ഇക്ക അതല്ല. അതോ മാറിപ്പോയി. ഈ നഗരത്തിന്റെ പേര് നമ്മൾ പറയുന്നില്ല. കാരണം നഗരങ്ങൾക്കെല്ലാം വല്ലാത്തൊരു സ്വഭാവമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങളും തെരുവിൽ വളരുന്ന സ്നേഹിക്കാൻ ആരുമില്ലാത്ത ദേ ഇവരാണ് നമ്മുടെ കഥയിലെ നായകന്മാർ. ഈ നഗരത്തിന് ഇവരറിയാം, ഇവർക്ക് ഈ നഗരത്തെയും. ജീവിക്കാനുള്ള നമ്മുടെയൊക്കെ ഈ തിരക്കുകൾക്കിടയിലൂടെ ഇവർ അലയുന്നത് ഒരുപക്ഷെ വിശന്നിട്ടാവാം. സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ഇവർ സ്വയം സംരക്ഷകരായി ഈ നഗരത്തിരക്കുകൾക്കിടയിൽ ജീവിക്കുന്നു. കൂട്ടത്തിൽ ഒരുത്തൻ എന്തെങ്കിലും വന്നാൽ അതെല്ലാവരുടെയും പ്രശ്നമായി കാണും. ഒരുമിച്ച് നേരിടുകയും ചെയ്യും. കാരണം സുഹൃത്ത് ബന്ധത്തെക്കാൾ വലുതായി ഇവർക്ക് മറ്റൊന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇവന്മാർ എന്തു ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ കാണും. പിന്നെ എല്ലാം പുതിയ പിള്ളേരാ. എന്തേലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പടച്ചവനോർത്ത് നിങ്ങൾ ക്ഷമിച്ചേക്കണേ. എന്താടാ വിശക്കുന്നടാ. ഉസ്മാനെ പിന്നീടാ. എനിക്ക് ഞാനിവിടെ എത്തേട്ടാ. നമ്മുടെ ബാങ്കിയുടെ കടയില്ലേ? ആ അവിടെ തന്നെ. ശരിയേട്ടാ. കൊല്ലാൻ വരണേ. നീ എന്താ കാണിക്കണ? മുണ്ട് പൊക്കരുത്. ഞാനൊന്നും വിട്ടിട്ടില്ല. എന്താടാ എന്താ പറയണ? ഒന്നങ്ങോട്ട് തന്നിട്ടില്ല. എന്നോടാ നിന്റെയൊക്കെ കളി. നീ ബായ് പിടിച്ചേ. ഈ സഭകളെ തല്ലി തൂക്കി ഞാൻ. ഈ പീക്കർ പിള്ളേർ എന്താ വിചാരിച്ചേ? ഓർക്കണ ജോസിനടാ അവന്റെ കളി. ഈ പിന്നെവിടെ പോയി? യുവദാസിനെയാണല്ലോ ഞാൻ കുരിശേൽപ്പിച്ച്. ദൈവമേ, പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ല. നീ ഇവിടെ ഉണ്ടായിരുന്ന? നിനക്ക് വല്ലതും പറ്റിയോടാ? ബാഗ് എന്തിയെ? വെക്കട്ടെ. ഒരു മിനിറ്റ്. എന്റെ പുത്തമ്പള്ളി പുണ്യാളാ, കാര്യമായിട്ട് വല്ലതും തടയണേ. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ തന്നെ കൊടുത്തേക്ക്. ഓ എന്തൊരു നാറ്റം. കിട്ടിയല്ലോ.
ഹായ് സാമ്പാർ. എന്താ ഓടിക്കോടാ. തിരിച്ചു കിട്ടോടാ പോലീസ്. എന്റെ അമ്മ കിട്ടടാ. ശരിയാക്കി തരാം. നിക്കവിടെ. നിദ്ര പോടാ. ഓ നിന്നോട് ഇനി പ്രത്യേകം പറയണമായിരിക്കും. പോടാ. രാജു 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 ദാ രാജു 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 എവിടെയാ? രാജു നാടും നഗരങ്ങളും കടന്ന് രാജു അകലങ്ങളിലേക്ക്. ഓന്റെ കാര്യം കഴിച്ചിലായി. ഓൻ പോയ വഴിക്ക് പുല്ല് പോലും കിളുത്തിട്ടില്ല. ഓൻ പോയ വേദന മനസ്സിലൊളിപ്പിച്ച് ചെറിയ ചെറിയ തരികിടകളും വലിയ പ്രശ്നങ്ങളുമായി അവരൊക്കെ വളർന്നു. ഒപ്പം അവരുടെ നടക്കാത്ത സ്വപ്നങ്ങളും. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും മിസ്റ്റർ ഇന്ത്യ ആകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ലക്ഷങ്ങളിൽ ഒരു അതിമോഹി. ഒന്നുമില്ല, ആള് മാറിപ്പോയതാ. ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച ആള്. ഇതാണ് ഉസ്മാൻ. ഇപ്പം ഓന്റെ സ്വഭാവം മനസ്സിലായല്ലോ. എന്തുവാടേ? എഴുന്നേറ്റ് പോടേ. പിന്നെ മാസം 300 രൂപയും കൊടുക്കണം, 30,000 പണിയെടുക്കണം. എന്റെ പാർട്ടി ചെയ്യും. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? ഇവനെ കണ്ടില്ലേ? എന്ത് നല്ല ശാന്ത സ്വഭാവം. എന്നത്തെയും പോലെ ഇന്നും നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു തരാൻ ഈ അടിയനെ അനുഗ്രഹിക്കണമേ. ഇപ്പൊ ആളെ പിടിയിട്ടില്ലേ? എന്നും പുതുമയുള്ള സ്വപ്നങ്ങൾ കാണുന്ന ഇവനാണ് ആൻഡ്രൂ. ഇത് ടോം,
നല്ല സ്വഭാവം. ഇനി എന്തരോ എന്തോ. ഇവനാണ് ശ്യാം. കൂട്ടത്തിൽ എന്ത് തീരുമാനമെടുത്താലും അവസാന വാക്ക് ഓന്റെയാണ്. ഇവൻ നവാസ്. എന്തിനും ഏതിനും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. വല്ലാത്ത പഹയല. ഓ, പത്രം തുറന്നാ തുടങ്ങും പീഡനം. ഇവന്മാരുടെയൊക്കെ ചുട്ടി പാട്ടിക്കിട്ട് കൊടുക്കണം. എന്റെ മാതാവേ, ചതിച്ച എന്താ ചോദിച്ചാ? ഒന്നുമില്ല. വിചാരിച്ച് ലിയോണേ, സണ്ണി മോളെ. രാത്രി തുണ്ടുപടം കണ്ട് കിടന്നോളും. സുന്ദരായ സ്വപ്നായിരുന്നു. തുണ്ടുപടാണല്ലോ നിന്റെ സുന്ദരായ സ്വപ്നം. എന്തുവാടേ ഇത്? നീ നവാസിനെ കണ്ട? നവാസ ഇതിനകത്തുണ്ട്. മറ്റേ തമാശാണ, ചിരിച്ച് തള്ളട്ടെ. ആ സയറ മുഴങ്ങി. 13, 5, 16, 17 എണ്ണം തെറ്റിക്കണം. പുല്ല് ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്ന് ചൊല്ല്. പക്ഷെ നിന്റെ അളവൊന്നും ശരിയല്ലടാ. കുറച്ച് വെള്ളം ഒഴിച്ചടിക്കടാ. ഓ, വെള്ളം ശരിയാവില്ലടാ. ഇതാവുമ്പഴേ ഒന്നിന്റെ മുകളിൽ നിന്നോളൂ. നീ ഒന്നുകൂടെ അടിക്കണ.
സാമ്പാറിന്റെ മണം. എന്റെ സാറേ, ആൻസി വെച്ച സാമ്പാറിന്റെ മണമൊന്നും മൂക്കിലടിച്ചാൽ ചുറ്റുമുള്ളതൊന്നും പിന്നെ കാണാൻ പറ്റൂല. സമരം പെൺവാൺ ചായ. എന്തായാലും നമ്മുടെ മോള് ചെന്ന് കയറുന്ന വീട്ടിലൊരു പരാതി ഉണ്ടാവില്ല. എന്തേ? എന്തായാലും അവൾക്ക് നന്നായി സാമ്പാർ വെക്കാറിയാലോ. റോസ് മോൾ. ഹായ് ആന്റി. രാവിലെ തന്നെ തുടങ്ങിയോ കുശലം പറിച്ചില്? കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ മോളെ. എന്താ പറയണ്ടെന്ന് ഒരു ബോധവും ഇല്ല. ഓ, നിങ്ങൾ തമ്മിൽ വേണ്ട. അവളിവിടെ ആൻസി. അവളകത്തുണ്ട് മോളെ, വാ. ഇന്നെന്തായിരുന്നു പരീക്ഷണം? സാമ്പാർ. അല്ല, നിനക്ക് ഈ സാമ്പാർ അല്ലാതെ വേറൊന്നും അറിയില്ല? അതെ, സമയം പോയി, വേഗം ആവട്ടെ. കണ്ടില്ലല്ലോ. ഒരുപാട് ലേറ്റ് ആയി. ആ കിളവന്റെ വയലിരിക്കുന്ന ഇന്നും കേൾക്കണല്ലോ. സമയം എത്രയെന്ന് അറിയാലോ. എല്ലാത്തിനും നിന്റെ ഒരു സാമ്പാറാ കാരണം. റോഡിലെ ട്രാഫിക് അറിയാലോ. മോളെ, ഇതൂടെ കുടിച്ചിട്ട് പോ. ഓഹ്, രാവിലെ തന്നെ തുടങ്ങിയില്ലടേ ഒലിപ്പീര്. ഒന്ന് പോടപ്പില്ലേ മക്കളെ, സൂക്ഷിച്ചു പോണേ. സ്ത്രീ സുരക്ഷ തീരല്ലാത്ത നാടാ. പോട്ടെ അപ്പച്ച, ഇതോടെ കുടിച്ചിട്ട് മോളെ. മതി. ഇവിടുന്ന് കാണാനും സുഖമൊക്കെ ഉണ്ട്. ചിട്ടിയാ? ഹലോ. യെസ് സർ. ഓക്കെ സാർ, ഞാനിപ്പോ വരാം. நான் உன்னை கூப்பிட்டது ஒரு சீக்ரெட் விஷயம் சொல்றதுக்காக தான். நம்ம கையில் உள்ள சரக்கு தேவரமலை கோடவுனில் எத்திக்கணும். அது ரொம்ப ரிஸ்க் ட்ரிப்பு தான். அந்த டியூட்டி ஏற்றெடுக்க உங்ககிட்ட யாரு சார்? அது பழைய ஆளுங்க யாருமே வேண்டாம். நமக்கு கிடைச்சதிலே மிகப்பெரிய டீலிங்ஸ் தான் இது. ஆனா ഒരു ഭാഗ്യ പരീക്ഷണം അത് വേണം. അറിയാം, 5 പിള്ളേരുണ്ട്. ചെറിയ കൊട്ടേഷനും മറ്റുമാണ് ഇപ്പൊ പരിപാടി. ടൗണിൽ അത്ര അറിയപ്പെടാത്ത ടീമാ. പക്ഷെ പറഞ്ഞത് ചെയ്യൂ. ഒരു 1.5 ടൈപ്പാ. അത് കൊള്ളാം. முதல்ல நீ அவரை பத்தி நல்லா தெரிஞ்சுக்கிட்டு வா. ஓகே சார். சரி, தேங்க்யூ. நெல்லு, மத்த எல்லாம் உனக்கு தெரியும்ல. நான் சொல்ல வேண்டிய அவசியம் இல்லைன்னு நினைக்கிறேன். ஓகே சார், ஐ வில் டூ மை பெஸ்ட். ഒരു സിഗരറ്റ്. എടാ ശ്യാമേ, ഇയാളിഞ്ഞ് പൈസ ആയിട്ട് ഇങ്ങോട്ട് വരൂ. എന്റെ ആളെ ഇത് പോടെ പോടെ പോടെ. അളിയ കിളികൾ. പോടാ പോടാ.
மைனா மைனா நெஞ்சுக்குள்ள வம்ப பண்ணுற மைனா மைனா என்ன சொல்ல என்ன கொல்லுற சொல்லு புள்ள என்ன ஆச்சு சொல்லாமலே மறைக்காத நெஞ்சு மேல கைய வச்சு கண்ணால நீ சிரிக்காத என்ன மறந்த தள்ளி இருந்திட துணிஞ்சத നടക്കൂട്ടാ എന്താടാ ഈ പിള്ളേരുടെ ഒരു കാര്യം മൂക്കൾ ഒലിപ്പിച്ച് കിടക്കുന്ന കാലത്ത് ഞാൻ കാണുന്നതാ. അന്നും ഈ പിള്ളേർ ഇങ്ങനെ തന്നെയാ. അതെ പോയി പട്ടികള്. അയാളെത്തിട്ടാ ഇത് മതിയാവോ? ഓക്കെ, താങ്ക് യു മാഡം. ആൻസി സത്യസീലർ വിളിക്കുന്നു. ചെല്ല് ചെല്ല്. ഇയാളെ ഞാനിന്ന് കൊല്ലും. ഇവിടെ സൈൻ ചെയ്. ഇവിടെ ഇതാരാ? ആൻസിയോ? ഇരിക്കൂ. ആൻസി എന്താ വൈകിയത്? അത് പിന്നെ അത് സാരമില്ല. ആൻസിക്ക് ഈ ചുരിദാർ നന്നായി ചേരുന്നുണ്ട്. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ആൻസി ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്റെ മനസ്സിന് വല്ലാത്തൊരു മൂകതയാ. തുടങ്ങി. ആൻസി എന്താ ആലോചിക്കണേ? ഒന്നുമില്ല സർ. സാർ പറഞ്ഞു. ആൻസിക്ക് എന്നോട് പഴയ പോലെ ഒരു സ്നേഹവും ഇല്ലാട്ടോ. ഇല്ല സർ, സാറിന് വെറുതെ തോന്നുന്നതാ. ആൻസിയെ ഞാൻ ഇവിടെയുള്ള മറ്റുള്ള സ്റ്റാഫിനെ പോലെയാണോ കാണുന്നത്? എന്താ കാര്യം? കഴപ്പ് അല്ലാതെന്താ? ആൻസി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല സർ, എനിക്ക് കുറച്ച് ജോലിയോട് ബാക്കിയുണ്ടായിരുന്നു. എന്നാ ആൻസി പോയിക്കോ, പോയി ജോലി തീർക്ക്. ശരി സർ. കളവന്റെ ഒരു കാര്യം. മേഡം പേന എന്തൊരു? ഓ ഷ്യൂർ, ദാ സൈൻ ചെയ്തോളൂ. ഇന്ന് എന്തായിരുന്നു ഒലിപ്പീര്? നിനക്ക് കൂടോത്ര അറിയോ? എന്താ? ഇങ്ങനെയാണ് ഈ കിളവനിട്ട് ഞാനൊരു പണി കൊടുക്കും. ഇതിലാരടാ പാണേക്കാടന്റെ മോൻ? എന്താ കാര്യം? അത് പാണേങ്കാടനോട് പറഞ്ഞോളാം. നീ പാണേക്കാടനെ കണ്ടേ പോളോ? കാണാൻ വന്നവനെ കണ്ടാ ശീലം. ഞാനാ ജോൺ പാണേക്കാടൻ. ശ്യാമേ, ഇവന്റെ തലാക്കങ്ങ് ചൊല്ലിയേക്കടാ.
വന്നേൽ പോലും ജോണിച്ചായന്റെ മോളെ നിരക്കുണ്ടായാൽ പൊന്നു മക്കളെ പള്ളിക്കാട്ടിലേക്ക് എടുക്കേണ്ടി വരും നിന്നൊക്കെ, കേട്ടോടാ. കളഞ്ഞിട്ട് വാടാ. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് പെട്ടെന്നായിക്കേ, കല്ലടിക്കോട് നിന്ന് ലോഡ് ഇപ്പൊ എത്തും. ശരി മുതലാളി, ഞങ്ങൾ അറക്കല്ലേ. ഏ അയ്യോ, തല്ലും കൊണ്ടേച്ച് വന്നിരിക്കുന്നു, നാണയില്ലാതെ. വിഷമിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ഹലോ, ഇത് ജോസഫ് പാണേക്കാടനാ. ഇക്ക നിസ്കരിക്ക, വെയിറ്റ് ചെയ്യ്. ഇക്ക പാണേക്കാടൻ. ആ ഇസാക്കാണ്. എന്താ കാര്യം? ഹലോ, നാളെ നമുക്കൊരു പണിയുണ്ട്, ഒരു ചെറിയ പണി. ശരി, ഇച്ചായം വെച്ചോ, കാര്യം നമുക്ക് ശരിയാക്കാം. ഞാൻ ജോസഫ് പാണേക്കാടൻ. നിങ്ങൾ ഇന്നലെ ചവിട്ടിക്കളിച്ചതേ എന്റെ കുഞ്ഞിന്റെ നെഞ്ചത്ത്. പാണേക്കാടനെ നോവിച്ചു വിട്ടാലുണ്ടല്ലോ, മൂർഖനാ, കരിമൂർഖൻ. ഇതേ എന്റെ പിള്ളേരാ. മക്കളെ, ഇവരോടൊന്ന് കളിച്ചു നോക്ക്. ഇസാക്കേ, കൊല്ലണ്ട, ഒടിച്ചു വിട്ടാ മതി. ഇച്ചായം ഗാലറി കയറി ഇതിപ്പോ കഴിയും. എടാ, നമ്മള് നാളെ കാണണ്ടല്ലോ. ചവിട്ട്. എടാ ഇങ്ങോട്ട്. അയ്യോ, എന്നെ എന്തിനാ പിടിക്കുന്നത്? എന്നെ എന്തിനാ? എടാ, ഞാൻ നിങ്ങൾക്ക് കാശ് തന്നവനല്ലേ, എന്നെ വിടടാ. എടാ, എന്നെ സമ്പാരി അടിക്കടാ. അയ്യോ അയ്യോ, എടാ 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 പിടി. അയ്യോ, എനിക്ക് മേലാതെ നിൽക്കുന്നവനാണ്. അയ്യോ അയ്യോ അയ്യോ, ആലോടിക്കണ്ടേ? ഇത് എന്തോ നോടിയാ അപ്പൊ വൈകിട്ട് തട്ടും പുറത്ത് കാണാം. എടാ, അയ്യോ, എന്നെ തറയെ കിടത്താടാ. കണ്ടോ, ഇവനോടക്കണ്ടാ, ഇവനോടക്കണ്ട. ഞാനെന്ത് രണ്ടാം കുടിയിലുണ്ടാകാം, ഒരെണ്ണം മതിയില്ല. മിണ്ടായിരിക്കടാ, എല്ലാവർക്കും തിരിച്ചു തരാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഏയ് വേണ്ട വേണ്ട വേണ്ട. അതെന്താ അങ്ങനെയാ? എനിക്ക് വെള്ളമടി ശീലല്ല. പിന്നെ ഇയാക്കെന്താ പറ്റി? അത് ശരി, ഇപ്പൊ വെള്ളം ഒഴിക്കാതെ ആടി. അല്ലിസാക്ക, നിങ്ങളെപ്പോ കൊട്ടേഷനിലേക്ക് ഇറങ്ങിയേ? അതെ, പണ്ടത്തെ പോലെ മോഷണം നടക്കുന്നില്ല. ഒന്നെങ്കിൽ പട്ടി, അല്ലെങ്കിൽ ക്യാമറ. കേരങ്ങൊക്കെ വിവരം വെച്ച് തുടങ്ങിയില്ലേ? അതിനിക്ക് എന്ത് കേട്ടാലും തൊണ്ടി പോലീസുണ്ടോ? ശ്യാമേ, നമ്മുടെ രാജുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരണ്ടാ? വർഷം കുറച്ചായില്ലേ അവൻ പോയിട്ട്. അവൻ വരൂടാ, എന്റെ മനസ്സ് പറയുന്നു. വരും, അവൻ വരുന്ന്.
ഇതങ്ങ് കുപ്പി കൊടുക്കുന്ന കപത്തിയല്ലേ എങ്കി എനിക്ക് ഒഴിയടാ. ഇക്ക ഒരുപാട് കുടിക്കണ്ട, നമുക്ക് ആളില്ലാതായി പോവും. മതി. ഇതില് കുറവാണ്, കുറച്ചു. അവന് കുറച്ച് പിച്ചെടുത്ത് കൊടുക്കടാ, അവൻ കഴിക്കട്ടെ. അതാ പോണു. കൊല്ലണം. പണി പാളി പുല്ല്. എന്താടാ എന്താ ഒരു ചുറ്റിക്കളി? ലേശം വെള്ളം കുടിച്ച എന്തുവാടാ അടിച്ചത്? ചുമക്കുള്ള മരുന്ന് സാറേ. എന്തോടാ വല്ല നടക്കുവോ? മൊത്തം വെള്ളത്തിലാ സാറേ. മുട്ട വെള്ളത്തിലിട്ടേ പുഴുങ്ങാവൂ. നിന്നെ ഞാൻ പുഴുങ്ങി തരാടാ. ഇറങ്ങടാ ഇങ്ങോട്ട്. ഞാൻ വരില്ല. ഇറങ്ങടാ. ഞാൻ വരില്ല. ഇങ്ങോട്ട് ഇറങ്ങ. വേണ്ട വേണ്ട, ഞാൻ വന്നോളാ. ഇതൊക്കെ നമ്മടേലുണ്ട്, അതൊക്കെ നടക്കടാ അങ്ങോട്ട്. എന്റെ അടുത്ത് കണ്ടതിൽ വളരെ സന്തോഷം. എന്തുവാടാ ഇത്? നമസ്കാരം സാറേ. ഇതെന്ത് ഗുരുവായൂരപ്പൻ? നടക്കണം അങ്ങോട്ട്. നടക്ക. ആടല്ലടാ, ഞാനല്ലടാ സാറാ. നാറിയിട്ട് നിക്കാൻ വയ്യല്ലടാ. സാറ് ഇവരൊക്കെ വെള്ളടിച്ചേക്കും സാറേ. അപ്പോ നീയാടാ? ഞാൻ കുറച്ചോ? നിനക്കൊന്നും നേരെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതുണ്ട് സാറേ. എന്തുവാടാ? ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇതും കൂടെ. പിന്നെ ഞാനും കൂടെ ഒരു 50. കേരള വണ്ടിയില് തള്ളല്ലേ സാറേ. ഇങ്ങ് കേറടങ്ങട് സാറേ. നീ അവനെ പിടിച്ചു കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങണ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ കളിക്കുന്ന. എങ്ങോട്ടാടാ? ഇങ്ങോട്ട് കയറാ. ഇല്ല, നീ അവന്മാരോട് ആദ്യം കേറാൻ. അയ്യോ എന്റെ അച്ചാറ്. ഇവനെന്തിന്റെ കേറാണ്? എന്താ സാറേ 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 കുറച്ച് വെള്ളം കുടിക്കാൻ തരോ? തരാടാ. കെട്ടിറങ്ങിയപ്പോ തുടങ്ങി അവന്റെയൊക്കെ പരവേശം. ഡാ നിക്കറോടെ ഊരിലോടാ. സാറ് കുറച്ച് ശകലം മതി. എന്റെ ഇടത്തേണ്ടി പണ്ടാരം ദാഹിച്ചിട്ട് വയ്യ. മലര് ഡാ മര്യാദ കിടക്കാൻ വയ്യടോടാ. അപ്പൊ ഞങ്ങളൊക്കെ എന്താടാ രണ്ടാം കൂടി ഉണ്ടായതാ? അല്ല പിന്നെ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു. നവാസ് ഇപ്പൊ ശരിയാക്കും. സാറേ എന്തേ? എന്തെങ്കിലും കുടിക്കാൻ? മിണ്ടാതിരിടാ. ആരാ? ഞാൻ കൃഷ്ണപിള്ള, രാമചന്ദ്ര ചെട്ടിയാരുടെ പേഴ്സണൽ മാനേജർ. ഇന്നലെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത പിള്ളേർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാ. ഓ, ചെട്ടിയാരാളാന്ന് നേരത്തെ പറയണ്ടേ? ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. അവരെ അങ്ങ് വിട്ടോ. അതെ, നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ആവശ്യം? ഞാൻ പറഞ്ഞല്ലോ ശ്യാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. എന്റെ ആൻസി, ഇന്നും സമയം പോയി, ഒന്ന് വേഗം വാ.
എന്താ മാഷെ റോഡിൽ വെച്ചൊരു കയ്യാങ്കളി അത് ചോദിക്കാൻ നീ ആരടാ ചരച്ചു പോരാ. കുഴപ്പമൊന്നും കാണുന്നില്ല. തല അധികം ഇളക്കണ്ട. ഇന്ന് വൈകിട്ട് തന്നെ പോകാം. ഡോക്ടറെ ബ്ലഡ് വേണമെങ്കിൽ പറയാൻ മേടിക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. ഒരുപാടുണ്ടോടെ കൊടുക്കാൻ? സിസ്റ്റർ ഇവിടുത്തെ നേഴ്സാണല്ലേ? അല്ല, ടീച്ചറാ. നല്ല കൂട്ടുകാരാണല്ലോ. ചുമ്മയല്ല ഇങ്ങനെ കിടക്കണത്. എടാ എനിക്ക് എന്താന്നറിയില്ല, വയറിന് പെട്ടെന്ന് രസ്കില്ല. ഞാനേ ഇപ്പൊ വരാം. ഓക്കെ അവൻ പണി തുടങ്ങി. ഈശോയെ തല ഓപ്പറേഷൻ ചെയ്ത് വരട്ടടാ. പോടാ പൊട്ട ബട്ടൺസ്. ഓ കഷ്ടായി പോയിട്ടാ. നിങ്ങിതവിടെ പോയ ചെറിയൊരു പണി ഉണ്ടായിരുന്നടാ. നിന്നെ തല്ലിയന്മാരൊക്കെ കാണണ്ട നിനക്ക്. അപ്പുറത്തെ റൂമിലുണ്ട്. കാലൊക്കെ അത് ഇങ്ങനെ വെച്ച് കിടപ്പുണ്ട്. എനിക്ക് കാണണം. കാണാ വാടാ വാടാ. പറ്റടാ. എങ്ങനെയുണ്ടടാ? കുഴപ്പമില്ലടാ, ഇന്ന് പോരാ. വന്നല്ല. ഇതാരാ? ആൻസിയാ? അല്ല ആളാ, ഇപ്പഴാ വരണേ. ശ്യാം എവിടെ? ദേ ആ റൂമിലുണ്ട്. സോറി. സാരമില്ല, നിനക്ക് വേണ്ടിയല്ല. പറയാതെ പോയൊരിഷ്ടം നിന്നോട് എനിക്ക്. എന്തൊക്കെ ഈ ശ്യാമും പിള്ളേരും കാട്ടിക്കൂട്ടുന്നത്? എന്നും പോലീസും കേസും. അവന്മാര് പിള്ളേരല്ലേ? അയ്യേ പിള്ളേര്. ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ ഉണ്ടാവും. അത് നമ്മൾ നോക്കണ്ട. അല്ലെങ്കിലും അവന്മാരടി നമുക്ക് കറക്റ്റായിട്ട് വാടക തരുന്ന താമസക്കാര്. ആരോരും ഇല്ലാത്ത പിള്ളേരാന്ന് വിചാരിച്ചാ ആദ്യം ഞാൻ സമ്മതിച്ചത്. ഇപ്പൊ തോന്നുക ഒന്നും വേണ്ടായിരുന്നു. അമ്മേ, ഞാനൊന്ന് ശ്യാമിനെ കണ്ടിട്ട് വരാം. ഞാൻ കുളിച്ചിട്ട് വരാടി. അതെ മാഷേ, അകത്തേക്ക് വരാവോ? ആൻസി, ഞാനിപ്പോ നിന്നെ കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. ഓ പിന്നെ, ഇതെല്ലാ പ്രാന്തന്മാരും പറയുന്നതാ. അതെ, പടകളൊക്കെ എവിടെ പോകുന്ന കണ്ടു. ശ്യാമൊന്നും കഴിച്ചു കാണില്ലല്ലോ, അതുകൊണ്ട് കൊണ്ടുവന്നതാ. ഇതെന്താ? സാമ്പാർ? എന്താ ശ്യാമേ ഒരു കരിഞ്ഞ മണം? കരിഞ്ഞൊന്നുമല്ല, നല്ല സാമ്പാറാ. എങ്ങനെ? അപ്പൊ നിനക്ക് വേണ്ടി പൊറോട്ട ചിക്കനോ? അതിന് ഉസ്മാൻ എടുത്തേക്ക്. ഇവരിനി സാമ്പാർ. അതെ അതെ.
തുറക്കടാ. പൊറോട്ട എങ്കിൽ പൊറോട്ട. എടാ പൊതിയൊന്ന് അഴിയടാ. 6 എനിക്ക് കേട്ടാ. കണ്ണം കാണിക്കാതടാ. തരാന്ന് ഉസ്മാനോട് കൊടുറാ. हम लोगों की बर्बादी कहीं ना कहीं कोई चाहते हैं. ऐसा फल तो मैं टाइम दबा नहीं सकता. तेरे को मालूम नहीं? मुझे मालूम. आप लोग क्या मजा कर रहा है? सब काम जल्दी पूरा करो. ओके. हाँ सर. நீங்க சொன்ன வார்த்தையில அவர் நம்ம ஏமாத்த மாட்டேன்னு நினைக்கிறேன். அவங்க அது செய்து முடிப்பா. எனக்கு அவரை நேரடியா பார்க்கணும். अरे आप लोग क्या बोल रहे? कुछ समझ में नहीं आ रहे? 2 हफ्ते के बाद डील करना. अभी तक आदमी नहीं मिले. ये कोरोना का बिजनेस है. आपसे नहीं होगा तो तू छोड़ दो. अरे विक्रम सिंह, अब बैठो बैठो ना, उकारो. कृष्णा सर. நீ அவங்களை எப்பவே கூப்பிடு. ओके सर. विक्रम सिंह, आप चिंता मत करो, ये डील हम लोग करेंगे. എന്ത് തീറ്റടത്. ഹലോ ശ്യാം, എനിക്ക് നിങ്ങളെ നേരിട്ടൊന്ന് കാണണം. ഓക്കെ ശരി. നമുക്ക് ഒരു സ്ഥലം വരെ പോണം. नवाज, उस्मान, श्याम, आंड्रू and Tom. I come straight to the point. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്ത് സഹായം? പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ആരാന്നറിയണ്ടേ? ഞാൻ കൃഷ്ണപിള്ള, രാമചന്ദ്ര ചെട്ടിയാർ അസോസിയേറ്റ്സിന്റെ പേഴ്സണൽ മാനേജർ. ചെട്ടിയാരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. താൻ കാര്യം പറയും. കമ്പനിയുടെ ഏറ്റവും വലിയ ഡീലുകളിൽ ഒന്നാണിത്. 50 കോടിയോളം വില മതിക്കുന്ന ഡയമണ്ട്. ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ അത് എത്തിച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക ഇത് നമുക്ക് വേണം. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ചിലപ്പോ ഇതോടെ നമ്മളെ പ്രശ്നങ്ങൾ തീരും. നമുക്ക് നഷ്ടപ്പെടാൻ എന്താടാ ഉള്ളത്? മോളെ എന്താ? ഒന്നുമില്ല അപ്പച്ച. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, ആൻസിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് പോലെ. അച്ചായന് വെറുതെ തോന്നണതാ, അങ്ങനെയൊന്നുമില്ല. അല്ലടി, അവൾക്കെന്തോ പ്രശ്നമുണ്ട്. ഓ, നിങ്ങളുടെ ഓരോ സംശയങ്ങള്. ശരിയാ, 1-2 ദിവസമായി നീ സംസാരിക്കുന്നത് ശ്യാമിനെ കുറിച്ച് മാത്രല്ലേ? ഒന്ന് പോടി. ഈ പ്രണയം വന്നു കഴിഞ്ഞാലാ പകൽ സ്വപ്നം കാണാൻ തുടങ്ങുന്നെന്ന് പണ്ടാരോ പറഞ്ഞത് ശരിയാ. അതൊക്കെ ശരിയാ. ഇക്കാര്യം നിന്റെ അപ്പച്ചൻ അറിഞ്ഞാലുള്ള പ്രശ്നം നീ ആലോചിച്ചിട്ടുണ്ടോ?
ആ അപ്പച്ചനറിയുന്നെങ്കിൽ അറിയട്ടെ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. ഒരു പണിയും കൂലില്ലാത്തവനെ കൊണ്ട് കെട്ടിച്ച് നിന്റെ ജീവിതം കളയാനല്ല ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത്. അപ്പച്ചൻ എന്ത് തന്നെ പറഞ്ഞാലും എന്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നത് ശ്യാമായിരിക്കും. അവള് പറഞ്ഞു കേട്ടില്ലേ നീയെ? ശ്യാമല്ലാതെ വേറൊരുത്തനും അവള് കഴുത്ത് നീട്ടി കൊടുക്കില്ലാന്ന്. എടി നീ എന്താ ഒന്നും മിണ്ടാത്ത്? ഞാൻ എന്ത് പറയാനാ? അവന്മാരെ ഇവിടെ താമസിപ്പിക്കാൻ നിങ്ങൾക്കായിരുന്നല്ലോ കൂടുതൽ താല്പര്യം. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്. അത് തകർത്തോണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഒച്ച വെക്കണ്ട. എന്തായാലും ഞാൻ ചാവാനൊന്നും പോകുന്നില്ല. മോളെ ഹലോ ഹലോ ശ്യാം, നീ എവിടെയാ? ഞാനിവിടെ അടുത്തുണ്ട്. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്തേ? നീ സമാധാനിക്ക, നമുക്ക് വഴിയുണ്ടാക്കാം. ശരി. എന്താടാ? ബേബിച്ചൻ ആൻസിയും ഞാനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞൂടാ. മൊത്തം പ്രശ്നത്തിലാ. ബേബിച്ചനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അയാൾ അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല. അതേടാ, അതാടാ പ്രശ്നം. ദുഷ്ടനായിരുന്നെങ്കിലേ ഇവൻ എപ്പോഴേ കെട്ടിച്ചു കൊടുത്തേനെ. നീ സമാധാനിക്കടാ. അതല്ലടാ, ഞാൻ ഇനി എങ്ങനെ ബേബിച്ചനെ ഫേസ് ചെയ്യുന്നത്? അതിന് വഴിയുണ്ടടാ. അടിച്ചു പോലെ അടിച്ചു. എടാ മണത്തോണ്ടിരിക്കാതെ ഇങ്ങോട്ട് താടാ. അളിയോ കൊച്ചു കള്ള. അല്ലേലും ഇതൊപ്പിക്കും ഞാൻ തന്നെ വേറെ അല്ലേ. ഇതാണ് ചൈന വന്മതി. ശംഭു പേര് വിളിക്കില്ലേ? നോക്ക്. ഇത് മതിലാതോ മല? ഇതാണ് വന്മല. കൊല്ലാൻ വേണ്ടിട്ട് കിളവായി. അമ്മ അയ്യോ അയ്യോ. ചെട്ടിട്ട് നന്നായി. കൊമ്പൂത്തിക്കാരന് മുണ്ട് പിടിച്ചിട്ട്, ഇല്ലെങ്കിൽ ഞാൻ ബാബാ സുരേഷിനെ വിളിക്കും. അയ്യോ, ജിറാഫിന്റെ പൊക്കവും ഉറുമ്പിന്റെ ബുദ്ധി. ഇറങ്ങി വാടഞ്ഞിട്ട്. മക്കളെ ഇങ്ങിരുന്ന് 500 കളിക്കണ. 500 1000 ഇക്കാതെ പൂ കണ്ടില്ലേ? നിന്റെ എന്നെ കൊണ്ടൊന്ന് പറയരുത്. നീ ഒന്ന് പോടേക്കാ. ഇങ്ങേർക്ക് വട്ടാണ്. ദേ അങ്ങോട്ട് നോക്കി. നീ ഇങ്ങോട്ട് നോക്ക്. ഇക്കാതാ ഒരു ചിത്രം. ചിത്രമല്ലടാ, നിന്റെ കിലുക്കം. നിന്റെ പടച്ചോനെ. കൺട്രി ഫെലോസ് ഫോളോ മീ. അങ്ങനെ മലയാളത്തിൽ പറ. അങ്ങോട്ട് നോക്കടാ. മുറ്റത്തൊരു മൈന. കിടക്കണ. അയ്യോ, ഇതൊക്കെ ടൂൾസ് എടുക്കണ. ടൂൾസ് എടുക്കാം. ഇതാ. ഓ, ഇത് വേണ്ടടാ. മോനപ്പഞ്ചെട്. എനിക്ക് മോനെ ഇല്ല. എനിക്ക് മോനുണ്ട്. ഇങ്ങോട്ട് മാറി. കാലി കൊണ്ടൊരു പഞ്ച് കൊടുക്കാം. എങ്കിൽ ചവിട്ടടാ. ഒന്ന് മാറിക്ക. നീയൊക്കെ ഏത് പോത്തായത്തെ പണിക്കാരടാ. ടൂൾസ് കൊടുക്കാതെ. എന്റെ ബലമായ സംശയം ഇത് പെരുന്തച്ഛന്റെ കൂട്ട. കള്ളനാത്രേ കള്ളൻ. തുറന്ന അവൻ പണി പഠിച്ചവനാ. ഇവിടെ രാത്രിയായ ഭയങ്കര ഇരുട്ടാ. ഒച്ചോക്കല്ലേ. ഇത് ഇക്ക ഒച്ച വയ്ക്കണതാ. അലമാര കണ്ടു. ഇറങ്ങടാ. എന്തൂട്ടേക്ക് ഒരു ജെട്ടി എടുത്തേനെ. ഒന്ന് അപ്പുറത്തെ റൂമിൽ പോയി നോക്കടാ. എന്തെങ്കിലുമൊക്കെ കിട്ടും. മിണ്ടൂല. പോന്നീ. ഇക്ക മുത്തുച്ചിപ്പി ഒറ്റയ്ക്ക് വായിക്കാനുള്ള പരിപാടിയാ. കലണ്ടർ. ഇത് നമ്മുടെ പിള്ളേരാണല്ലോ.
ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. മുട്ടുന്നെങ്കിൽ നീ പോടാ. അവന്റെ ഒരു ഉറക്കം. അയ്യോ, ഉറങ്ങാനും പറ്റൂല. പലിശക്കാരനാണോ എന്തോ? നവാസ് അല്ലേ? ആരാടാ? എൻ്റെ അമ്മയുടെ വീടായിരുന്നു. ആരാടാ നീ? അതൊക്കെ പറയാം. നീ ഇവരെ വിളിക്കുന്ന നവാസേ. ശ്യാമേ, ശ്യാമേ, എണീടാ. ആരടാ ഈ വവ്വാല്? നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലടാ. 10-15 വർഷങ്ങൾക്ക് മുമ്പ് പോലീസുകാരെ കണ്ട് ഭയന്നോടിയ ഒരു 12 വയസ്സുകാരനെ രാജു. എന്തുവാടാ? അത് പോട്ടെ. എന്നിട്ട് ഇത്രയും കാലം നീ എവിടെയായിരുന്നടാ? അന്ന് ഞാൻ ചാടി കയറിയതൊരു സ്പിരിറ്റ് ലോറിയിലായിരുന്നു. പോലീസ് നോക്കിയ കൂട്ടത്തിൽ ഞാനും. പിന്നെ 8 വർഷം ജൂനിയർ. പിന്നെ മുംബൈ തെരുവിൽ കിടന്നങ്ങ് വളർന്നു. ഇതൊക്കെയാണ് എന്റെ വിശേഷം. നിങ്ങളുടെ വിശേഷം പറയും. അല്ല രാജോ, ഈ ബോംബെയില് വെടിവെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് കേൾക്കണ ശരിയാ? വെടിയാ? ആ, ഒന്ന് പോടാ. അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല. തോക്ക്, വെടിവെക്കാനുള്ള തോക്ക്. തോക്കലടാ നിന്റെ കുഞ്ഞമ്മയുടെ ബോംബ്. കളി ഏവനൊരു മാറ്റമില്ലല്ലോ. എന്തായാലും നീ നല്ല സമയത്താ വന്നേ. എന്താടാ? ഇത് റിസ്ക് തന്നെ ശ്യാമേ. നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഇത് അയാളാ, ആ മാനേജർ. ഹലോ. ശരി, അപ്പൊ നാളെ കാണാം. നാളെ നേരിട്ട് കാണണമെന്നാ പറഞ്ഞേക്കുന്നത്.
പോയി നോക്ക്. ഏതായാലും എന്നെ അവർ കാണണ്ട. மாமா அந்த வேலை நானே பண்ணிக்கிறேன் மாமா. என்ன முடியும்? நீயா? நீ சின்ன பையல, போய் வேலை பாடுறா. സറവരെ நான் சொன்ன விஷயத்துக்கு நீங்க தயாரானா? இங்கே வச்சு டீல் பண்ணலாம். ഞങ്ങൾ തയ്യാറാ. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഈ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നതിന് 50 ലക്ഷം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. കൃഷ്ണ, പക്ഷെ ഈ യാത്രയിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങൾ ഏൽപ്പിച്ചത് അതവിടെ എത്തണം. ഞങ്ങൾക്കൊറ്റ വാക്കേ ഉള്ളൂ, അതിൽ ഇതിലൊരുത്തന്റെ ജീവൻ പോകേണ്ടി വന്നാലും. ഗുഡ്. இது வந்து அட்வான்ஸ். மீதி நம்ம டீல் முடிஞ்சதுக்கு அப்புறம். ஓகே ஓகே. ഇന്നെങ്കിലും പണിക്കാശ് വീട്ടിൽ കൊടുക്കണം. എന്നാ ആവില്ല മോളെ, 2 അറ്റാക്ക് കഴിഞ്ഞതാണേ. ഇതേതാ ഇവളെന്റെ കഞ്ഞി പോറ്റയിടാൻ വന്നാണോ ദേവി? ഈ 10 ലക്ഷത്തിനൊക്കെ എത്ര പൂജ ഉണ്ടാവും? വട്ടപ്പൂജയാണെങ്കിൽ 2 മതി ഇവിടെ, ഇല്ലെങ്കിൽ 5 വേണ്ടി വരും. സരള ഡ്യൂട്ടി തുടങ്ങി. ചേട്ടാ ഒരു സിഗരറ്റ്. ചേട്ടാ ഒന്നുകൂടി. എന്താണ് സംഭവം? അളിയാ നിന്നേടാ നോക്കണേ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒന്ന് പോടാപ്പ, പോഞ്ചല്ല മെത്ത. വേണ്ട സത്യം, പക്ഷെ സെക്കൻഡ് പാട്ട് അയാള് ലേല ഉറപ്പിച്ചെന്ന് തോന്നട്ടാ. എങ്ങനെ ഇയാൾക്ക് ഇതിനൊക്കെയുള്ള ആവതുണ്ടാ? ഇവിടെ എങ്ങനാ? 3000 500 2000 1000 2000 1000 പക്കാവാ. ശരി വരാം. അല്ല പിന്നെ മോനെ പോയി ഈ സിഗരറ്റ് വേണ്ട. കൊള്ളാലോ സാധനം.
എന്താ മോളെ ഒറ്റയ്ക്കാണോ? ചേട്ടന്മാര് വേണേ കൂട്ടിനവരട്ടാ. അങ്ങനെ പറയല്ലേ മോളെ, ചേട്ടന്മാര് കൊതിച്ചു പോയതല്ലേ. പേടിക്കണ്ടട്ടാ, കാശ് തരാന്ന്. അങ്ങ് പെടക്കല്ലേ മോളെ. എന്താല്ലേ? എന്താ കുട്ടിയുടെ പേര്? ഓക്കെ ഓക്കെ. വാട്സാപ്പ് യൂസ് ചെയ്യാറുണ്ടോ? വാട്സപ്പിലെങ്കിൽ ഫേസ്ബുക്ക് ആയാലും മതി. പവിഴെന്താ മിണ്ടാത്തെ? ഒരുത്തനെ ഓടിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിക്കോളും. ഒന്ന് മാറാ. മോൾക്ക് എവിടെ പോണ്ടേ? കണ്ടശങ്കടവ്. കണ്ടശങ്കടവ് ഈ സമയത്ത് എവിടെ വണ്ടി? ശ്യാമേ ഒരു ഓട്ടോ വിളിയടാ. കണ്ടശങ്കടവിക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുത്തല്ലേ ഓട്ടോ നമ്മുടെ വണ്ടിയില്. ഓട്ടോ ഒന്നും വിളിക്കണ്ട, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടാ. വാ മോളെ, ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടാക്കിട്ട് വരാം കേട്ടാ. നീ എങ്ങോട്ട് പോണം? ചേട്ടനോട് വായ മോളെ. എങ്ങോട്ട്? ഇവന്മാര് തിന്നൂലേട്ടാ, വല്ലാത്ത ജമ്മങ്ങൾ. അതെ, കണ്ടശങ്കടവ് എത്തിക്കണം. ശരി ഏട്ടാ. എന്താടാ എന്താടാ ഇതൊന്നും ഈ ചെയ്യാതിരിക്കണ തെണ്ടി, നീ ഒന്നും ചെയ്യാതിരിക്കാൻ പറഞ്ഞാ. പോട്ടെ 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 പോട്ടെ. അളിയ എന്നെയും കൂടെ കൊണ്ടോടെ. വേണമെങ്കിൽ ഒന്ന് കേരള കളിയും പോയി മലരും പോയി, തോലുകൾ ഏറ്റവും എന്റെ ജീവിതം ഇനി ബാക്കി. എന്തൊക്കെയായാലും അവള് നമ്മുടെ മോളല്ലേ. ആൻസിയോട് ഇനി എന്തൊക്കെ സംസാരിച്ചാലും അവൾക്ക് വാശി കൂടത്തുള്ളൂ. ഞാൻ ശ്യാമായിട്ടൊന്ന് സംസാരിച്ചാലോ? ഇത് ഞാൻ എന്തോന്ന് അവനോട് സംസാരിക്കാൻ പോണേ? എന്റെ മോളെ പ്രേമിക്കല്ലേന്നോ? പക്ഷേ നമുക്ക് നമ്മുടെ മോളുടെ ഭാവി കൂടി നോക്കണ്ടേ? ആ, നിങ്ങൾ എന്ത് വേണേലും കാണിക്കേ, അവസാനം എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെടരുത്. ആൻസി, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ ശ്യാം? ശ്യാം, ഇത് വേണോ? കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. എന്തായാലും ഈ ഡീൽ ഏറ്റെടുത്തു. ഇനി ഇത് ചെയ്തേ പറ്റൂ. തീരുമാനിച്ചോ? അപ്പച്ചൻ ഇന്നലെ എന്നെ കണ്ടിരുന്നു. എന്നിട്ട്? മാന്യമായി ജീവിക്കാനുള്ള വക കണ്ടെത്തുമെങ്കിൽ നമ്മുടെ ബന്ധം ആലോചിക്കെന്ന് പറഞ്ഞു. നേരോ? എന്റെ കർത്താവേ, കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം. എല്ലാവർക്കും രക്ഷപ്പെടാൻ ഇങ്ങനൊരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. എന്നാലും ശ്യാം, ഈ ഡീല് കഴിഞ്ഞാൽ എല്ലാം നിർത്തണം. പിന്നെ നമുക്കൊന്ന് സെറ്റിൽ ആവണം. ഇപ്പോഴത്തെ പിള്ളേരുള്ള എന്താ കളി. നിനക്ക് ഓർമ്മയുണ്ടോടാ നമ്മുടെ കുട്ടിക്കാലം? എന്തോന്ന് കുട്ടിക്കാലം. കാമം തീർത്ത് പെറ്റിട്ട് ആറെണ്ണത്തിനെ ഏതൊക്കെ നായന്റെ മക്കള് വലിച്ചെറിഞ്ഞത് ഈ തെരുവിലേക്കാ. ഓരോ കുട്ടികളെ കാണുമ്പോഴും കൊതിച്ചു പോവാ ഇതുപോലൊരു ജീവിതത്തിന്. വിട്ടുകളടാ. ജനിപ്പിച്ചവരൊക്കെ ഉപേക്ഷിച്ചതുകൊണ്ടല്ലേ നമ്മളൊരേ ചങ്കായത്. അതും ശരിയാടാ. ഇസാക്ക്, ഹലോ ഇക്ക, എന്തുണ്ട് വിശേഷം? ആ,
ചെയ്താലോ? അതേടാ, അതാടാ നല്ലത്. അവർക്ക് വേണ്ടി കാത്തിരിക്കാൻ ഓരോ പെണ്ണുങ്ങളിലും ഉണ്ട്. അതേടാ, ആൻഡ്രൂവിനും ഉണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ. ഈ കാലം അത്ര ഇങ്ങനെയൊക്കെ ജീവിച്ചു. ഇനിയിപ്പോൾ മരിച്ചാലും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നല്ലൊരു ലൈഫ് ഉണ്ടാവുമല്ലോ. അവരിതറിയണ്ട, നമുക്കിത് ചെയ്യാം. രവി, സർ. ഈ ഹാർഡ്വെയർ ടെക്നീഷ്യൻ വരുന്നുണ്ട്, എത്തിയോ? ഇല്ല സർ, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്തുമായിരിക്കും. സിസ്റ്റം ഹാങ് ആയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ ഒരു ജോലി നടക്കുന്നില്ല. പെട്ടെന്ന് വിളിച്ച് വരാൻ പറ. ഒരു ഉത്തരവാദിത്വമില്ല ഒരെണ്ണത്തിനും. ഹലോ, അതെ, ഇപ്പൊ തന്നെ വന്നോളൂ. എക്സ്ക്യൂസ് മീ, ഏത് സിസ്റ്റമാണ് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞേ? ആൻസി, നീയോ? നീ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്? എത്ര നാളായിടാ കണ്ടിട്ട്. നിന്നെ കണ്ടത് നന്നായി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ, വർക്ക് കഴിഞ്ഞിട്ട് കാണാം. ശരി. എന്താടാ ഒരു മൂകത? അതൊന്നും അടിച്ചു കാണില്ല. മുതലാണോ നായിന്റെ മക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായതാ. എന്താടാ ശ്യാമ ഇത്? ഇസാഖെ ഞങ്ങൾ വിളിച്ചിരുന്നു. നീയൊക്കെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ തുടങ്ങിയല്ലേ? അല്ലടാ. അതല്ലടാ, നിങ്ങളെ കാത്തിരിക്കാൻ നിങ്ങളുടെ പെണ്ണുങ്ങളെങ്കിലും ഉണ്ട്. അവരുടെ കണ്ണീര്. ഓർമ്മ വെച്ച കാലം മുതൽ ഒരുത്തിയുടെ മുഖം കണ്ടിട്ടല്ല നമ്മൾ ഉറങ്ങിയത്. ഒറ്റ ചങ്കായിട്ടല്ലടാ നമ്മളൊക്കെ വളർന്നേ. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ച്. അല്ലാതെ തനിച്ചൊരുത്തനും എങ്ങോട്ടും പോകില്ല. ഷാമേ, ഇതെവിടെ എത്തിക്കണ്ടേ? പൊള്ളാച്ചി കഴിഞ്ഞ് തേവർമല. മനസ്സിന് വല്ലാത്ത ടെൻഷൻ. വല്ലതുണ്ടാ ഊത്താൻ? ഈ കളിയിൽ ആര് കരുക്കൾ നീക്കിയാലും നമ്മൾ തോറ്റുകൊടുക്കരുത്. അതിപ്പോ ചെട്ടിയാരാണെങ്കിൽ പോലും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ തകർക്കാനുള്ള ആയുധബലമൊന്നും ചെട്ടിയാർക്കില്ല. ഈ ജീവിതാവസാനം വരെ നമ്മളിങ്ങനെ തന്നെ ഉണ്ടാവും, ഒറ്റക്കെട്ടായി. ഹലോ ആശ്യാം, നാളെ 10 മണിക്ക് സാധനം കൈമാറണം. പഴയ ഗോഡൌണിന് മുന്നിൽ വെച്ച്. ഓക്കെ. ₹24 വിലക്കയറ്റം തടയാനിവിടെ ആരുമില്ലേ? എന്റെ കരളിന്റെ കരളെ കഴിക്കടി. നിന്റെ ഈ ചാമ്പൊക്കെ ചുണ്ടിന്ന് ഞാൻ കഴിക്കടി. ഈ മുന്തിരി കഴിക്ക്. സരളേ, എന്റെ കരളിന്റെ കരളെ ഇരിക്കൂ. ചക്കരെ പറച്ചോനെ, ഈ നേരത്താണ് നിന്റെ പരീക്ഷണം? അല്ല, ഇവന്മാരെന്താ ഈ നേരത്ത്? ഇതിനിപ്പോ എവിടെ
അവനെ ഒന്ന് ഒളിപ്പിക്കാം. കട്ടിലടി കയറടി, കട്ടിലടി പോലീസുകാരനെ പേടിക്കണ്ട, നമ്മുടെ ആളാ. കയറടിപ്പൂല്ലേ പറഞ്ഞ ഈ കോപ്പ് നിങ്ങളോ? എന്താക്കാ ഒരു പരങ്ങല്? ഭയങ്കര ചൂടാത്ത്, നമുക്ക് പുറത്തേക്ക് സാരമില്ല, ഞങ്ങൾ അകത്ത് തന്നെ ഇരിക്കാം. കറിയോ എന്നതോ ഇറുക്ക്. ഓ പണി പാളി. നവാസെ കാല് എടാ തല കൊച്ചു കള്ള. അയ്യോ ഇറങ്ങി വന്നേ. ഇതാര്? ഓ നമ്മടെ സരളാന്റിലിത് ഉസ്മാനെ. ഇക്ക പൊളിച്ചേട്ടാ. മറക്കല്ലേ കോണ്ടം നല്ലതില്ല. സുഖല്ലേ തീപ്പൊരി? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് സരളെ ഇക്ക എല്ലാം പറഞ്ഞ പോലെ. എന്താടാ അവര് വരാത്തത്? വരൂടാ, ടൈം ആവുന്നേ ഉള്ളൂ. ഡയമണ്ട് ഇന്ന് വന്ന് 50 crore വില. இந்த பொருள் எப்படியாவது மிஸ் ஆச்சா, அப்புறம் திருட்டுத்தனமா ஏதாவது பணம் நினைச்சா தொலைச்சிடுவேன். நண்பவருக்கு இந்த ராமச்சந்திர செட்டியார் கடவுள் தான். என்ன ஏமாத்தியன்னா മനസ്സിലായടാ? കൃഷ്ണ ചൊല്ലിക്കോടടാ. ഈ മാപ്പിൽ എഴുതിയതുപോലെ പൊള്ളാച്ചിയിലെത്തിയാൽ മതി. ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ നീക്കങ്ങൾ കെയർഫുൾ ആയിരിക്കണം. മറ്റുള്ളവർക്ക് അതൊരു വിനോദയാത്രയായേ തോന്നവൂ. ഓക്കെ? അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.
ചെട്ടിയാർ ഒരാറ്റം സാധനം തന്നെ അല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. പിന്നെന്താ? അതാണ്. വാടാ. ഡേയ് വാ. അല്ലയ എന്താന്നറിയില്ല, വയറിന് അസ്കിത. അത് പിന്നെ ഇന്നലെ ഒന്നും അടിക്കാൻ പറ്റില്ലല്ലോ, അതാ. അല്ല വണ്ടിയിൽ എന്തിരിപ്പുണ്ട്? വണ്ടിയിൽ ഒരു ഹാഫ് ഉണ്ടളിയാ. എന്നാ എടുക്കടാ. ഹാഫ് ഉണ്ടാ? എന്നാ നീ ഏതെങ്കിലും കടയുടെ മുന്നിൽ ചവിട്ടറാ. ശരിടാ. നല്ലടഞ്ഞി ഇപ്പൊ കളവന്മാർക്കും കൊടുക്കേണ്ടി വരൂ. അണ്ണേ വാ. 3 കട്ട. 3 ഗ്ലാസ് കൊടു. 4 ഗ്ലാസ്. 3 ഗ്ലാസ് വേണം. ആമാ. അയ്യോ അളെ ഇവിടെ ഇരുന്നടിച്ച കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇവിടെ ഒരു കുഴപ്പമില്ലടാ. അണ്ണേ സാധനം കടിക്കൂ. 4 ഗ്ലാസ്. ചെറക്കാ. 4 ഗ്ലാസ് കൂടി 3 തണുത്തവന് അടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. മിക്സ് ചെയ്യടാ. അണ്ണേ ഒഴുക്കി. എന്താടാ ഇത്? ഇതാണ്ട നമ്മുടെ ബ്ലാക്ക് ഡോഗ്. ഇത്രക്ക് വേണ്ടിയിരുന്നില്ല. നമുക്കെന്തെങ്കിലും കഴിച്ചാലോ? തുടങ്ങി അവന്റെ വിശപ്പ്. சாமி சாப்பாடுக்கு என்ன இருக்கு? சாப்பிடுறதுக்கா சிக்கன் ஃப்ரை, மட்டன் ஃப்ரை, சிக்கன் சில்லி, சிக்கன் பிரியாணி, மட்டன் பிரியாணி, பூஸ்ட், ஹார்லிக்ஸ், பால் இதொன்னும் இங்க கிடையாது. നന്നായി. சாம்பார் இருக்கா? அப்படின்னா 10 தோசை கொண்டு வாங்க. ஆமா சீக்கிரம் கொண்டு வாங்க. தோசை ரெடி. என்ன கிடையாது? സാമ്പാറത്തി എടുക്കണ്ട ആരും എടുക്കണ്ട. കഴിഞ്ഞ ജന്മത്തിൽ ഇവൻ പട്ടിണി കിടന്നാ മരിച്ചേ. ശാപം. என்னங்கய்யா? ഇതും കൂടെ തിന്നു. കേറ്റങ്ങോട്ട് കേറ്റ്. கிடையாது சாப்பிடுறதுக்கே வர்றது மாதிரி தெரியுது. കുറച്ച് വെള്ളം കൊടുക്കാനോ? നീ പൈസ തന്നാ മതി പതുക്കെ. ഒന്ന് പറടാ. കഴിക്കട്ടെ. എത്ര? 100 ரூபா. ശരി சரி சரி கொஞ்சம் தண்ணியாவது கூடப்பா. என்ன கிடையாது? எங்க இருந்து வர்றாங்க இவெல்லாம்? ഇനി നീ തേവർമല എത്തുന്ന ഒരു ആഹാരം എന്ന് പറഞ്ഞാൽ നിന്റെ മണ്ണടിച്ച് കയറും. അപ്പൊ പോവല്ലേ തേവർമലയ്ക്ക്? ആകാശപ്പാളത്തിൽ ആശക്തി വണ്ടിയില് ആവോളം പോകുന്നില്ലേ? മോഹത്തിൻ കാറ്റത്ത് നൂലില്ല പട്ടം പോലെങ്ങോ പാറുന്നില്ലേ? അകലെ ചിമ്മുന്ന താരം മുകിലിൻ കൈനീട്ടി നമ്മേ ഊഞ്ഞാലിലൂടങ്ങ് പോരാൻ വിളിക്കുന്നു. നല്ല കാലമേ ചെല്ലുവാതിലിനുള്ളിലൂടെ നിച്ചാലെ പോരാമോ പോരാമോ? കണ്ണിലായിരം പൊന്നിനാമഴത്തുള്ളിയേകി നിച്ചാലെ പോരാമോ പോരാമോ? ആകാശപ്പാടത്തിൽ ആശക്തി വണ്ടിയില് ആവോളം പോകുന്നില്ലേ? മോഹത്തിൻ കാറ്റത്ത് നൂലില്ല പട്ടം പോലെങ്ങോ പാറുന്നില്ലേ?
ഓരോ ദിനം ഓരോ മുഖം ചേരുന്നുമായുന്നിതാ സ്വപ്നങ്ങളും ദുഃഖങ്ങളും ആധേയമാകുന്നിതാ രാപ്പകൽ കാഴ്ചകൾ കണ്ടു നാം നീങ്ങുന്നിതാ വേഗമായി ചിന്തകൾ പായുന്നിതാ ആകാശപ്പാളത്തിൽ ആശക്തി വണ്ടിയില് ആവോളം പോകുന്നില്ലേ ഓ മോഹത്തിൻ കാറ്റത്ത് നൂലില്ല പട്ടം പോലെങ്ങെങ്ങോ പാറുന്നില്ലേ ഓദിത്തരും ഓരോ വഴിത്താരയിൽ കാതങ്ങളോ പിന്നിട്ടു നാം കാണാത്ത തീരത്തിലായി സന്ധ്യതൻ ജില്ലയിൽ വെണ്ണില പെയ്യവേ പിന്നെയും നീങ്ങിടുവാ ആകാശപ്പാളത്തിൽ ആശക്തി വണ്ടിയില് ആവോളം പോകുന്നില്ലേ ഓ മോഹത്തിൻ കാറ്റത്ത് നൂലില്ല പട്ടം പോലെങ്ങെങ്ങോ പാറുന്നില്ലേ അകലെ ചിമ്മുന്ന താരം മുകിലിൻ കൈനീട്ടി നമ്മെ ഊഞ്ഞാലിലൂടങ്ങ് പോരാൻ വിളിക്കുന്നു നല്ല കാലമേ ചെല്ലുവാതിലിനുള്ളിലൂടെ നിച്ചാലെ പോരാമോ പോരാമോ കണ്ണിലായിരം പൊക്കിനാമഴത്തുള്ളിയെ നിച്ചാലെ പോരാമോ പോരാമോ ഇച്ചിരി വെള്ളം കൂടി പോയി തോന്നുന്നു. ഇതെന്ത് ഘോര ഫോറസ്റ്റാലേ നമ്മളിവിടെ കിടന്ന് അടിച്ച് വനം വനം അടിക്കുകയാണെങ്കിൽ കാട്ടിലിരുന്നിട്ട് തന്നെ അടിക്കണം അളിയാ. അത് ശരിയാ. കാടെന്ന് പറഞ്ഞ കൊടും കാടല്ലേ, ഭയങ്കര തന്നെ. നിന്റെ സാധനം തിന്നടാ, എങ്കിൽ ഞാൻ തരാം. എന്റെ കുറച്ചുകൂടെ ഉണ്ട്. സാധനം തീർക്കാതെ എല്ലാരും പങ്കുവയ്ക്കണം. അടുത്ത ബെഗ് ഒഴിക്കളിയാ. ഇവനോട് എന്തെടുക്കണ് രാജു? തീപ്പെട്ടി മാത്രമേ ഉള്ളൂ അല്ലെ? ഒരു സിസ്റ്റർ ഫിൽറ്റർ ഉണ്ട്. മതിരാ. അവന് വേണ്ട വേണ്ട നിർബന്ധിക്കണ്ട കളി. ഞാൻ മൂത്രച്ചിട്ട് വരാം. മൂത്രച്ചിട്ട് വരാടാ. ഇവിടെ ഒഴിക്കണ്ട. കൊണ്ടുപോടാ. ഇതുകൊണ്ട് കൊണ്ടേക്കോ അല്ലേ? നിനക്ക് മുട്ടിയ ഉസ്മാനെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോടാ മോനെ. അല്ലെങ്കിൽ തന്നെ ഈ പട്ടി ഭയപിടിച്ച് നിക്കട്ട. നീനെ കല്ലെറി നിക്കണ്ടട്ടാ. ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പിടിച്ചു. രാജോ ഇങ്ങോട്ട് വാടാ. ഒറ്റയ്ക്ക് കുടിച്ച വലിയ കുടീനോട്ടാ. കൂട്ടത്തോടെ കുടിച്ചാലോടാ കുടീനാവുള്ളൂ. രാജു നല്ലോനാടാ. രാജു വാടാ. നീ ഉറങ്ങിപ്പോയടാ രാജുമോനെ.
നീലറിവിടരുത് എന്താടാ? ഒന്നുമില്ല, കണ്ണടഞ്ഞ. മംഗളൂർ ഞാനെടുക്കാം, നീ കറിക്കോ. ശ്യാമ ഓടിക്കണോ? ഹലോ, ഇവിടെയൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ഓക്കെ, ഞാനവിടെ ഉണ്ടോ? ടൈം ആവത് വന്നിട്ടു. No. ഹലോ. ഹലോ
രാജു, ഇവിടൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ആ ഞങ്ങൾ എത്താറായി. ഈ കളിയിൽ നിന്റെ റോൾ എന്താന്ന് പറഞ്ഞിട്ട് മതി ഈ ഓവർ സ്മാർട്ട്നെസ്. കൃഷ്ണ എന്നത് നിന്റെ പിന്നിലാരടാ? നീയാ? ஆமா நானே தான். ശിവ, എനിക്ക് കുറച്ച് പേടിയുണ്ട്. കാര്യങ്ങൾ ചെട്ടിയാരറിഞ്ഞാൽ. ചെട്ടിയാർ அதே மாமதானே. வயதாயிச்சு இல்லையா, புத்தி கொஞ்சம் கம்மி தான் இருக்கும். நீங்க அந்த பசங்களை மட்டும் பார்த்தா போதும். ஓகே. நீங்க கவலைப்பட வேணாம், இதுதான் நம்ம பிளான். இந்த இடத்துல வச்சு டைமண்ட் நம்ம கை இருக்கும். பசங்க பாவம் சத்து தொலையட்டும், அவ்வளவுதான் ஐஸ். எப்போதும் நீ ராஜா மாதிரி வாழ்தல்லே, இன்னும் கொஞ்சம் ரெஸ்ட் எடுங்க மாமா. இதெல்லாம் நானே பார்க்கிறேன். Don't move. ஏ லூசு, நான் வெறும் முட்டாள் நினைச்சிட்டியா நீ? இது ஏன் இடம், இவங்க எல்லாம் ஏன் ஆளுங்க. நான் வேணா வேணாம் நினைக்கும் போது ஏன் கையால நீ சாக போற. Don't move. ஏய் பொட்ட பையல, ஸ்மார்ட்னஸ் நல்லா இருக்கும், ஆனா நீங்க கொஞ்சம் அங்க பாருங்க கண்ணா. ஏய், எவனாவது ஒரு அடி மீத எடுத்து வச்சுனா அவ்வளவுதான். ஏன்னா நாம் பிறந்ததிலே வில்லந்தான். எங்கடா டைமண்ட்? വാടാ, നമ്മുടെ പിള്ളേരടാ. കെട്ടായിക്കടാ. മത്തായി നോക്കിക്കടാ. എടാ ശമ്പു പിടിക്കടാ, പിടിക്കുന്നീ. Oh!
என் முன்னாடி வந்து கை நிவர்த்து பேசியவங்க யாருமே இன்னும் உயிரோட இல்லை. நீ உயிரோட இருக்கணும். தினம் தினம் சத்து கட்டு பொழைக்கணும். ஆளுக்கு பயல. மாமா, என்னை இப்படி விட்டு போகாதுங்க மாமா. கொன்னுடுங்க. தெருவு நாய் மாதிரி வாழ என்னால் முடியாது. கொன்னுடுங்க, கொன்னுடுங்க, கொன்னுடுங்க மாமா. ഇക്ക, ദേ ഇക്ക, രാജുഭായ്. സാധനം അവിടെ. ഗുഡ്. നിങ്ങളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തു. ഇത് നിങ്ങൾ ചോദിച്ചതിലും മേലെ ഇരിക്ക്. പാര്. எனக்கே தெரியாது என் எதிரியே என் கண் முன்னாடியே கொண்டு வந்ததுக்கு. സ്നേഹിച്ച ചങ്കു പറിച്ചു കൊടുക്കുന്നവരാ ഞങ്ങൾ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളപ്പോ തോൽവി പോലും വെല്ലുവിളിയായി സ്വീകരിക്കും. അതിനിപ്പോ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമേ വരാതെ നിങ്ങൾ ധൈര്യമായി പോകലാം. നമുക്ക് നോട്ടെണ്ണ ഒരു മിഷ്യമാണ്. അതായത് ബാങ്ക് കക്ക ഇനി വേണം ഒരു പെണ്ണൊക്കെ കിട്ടാൻ. എനിക്കൊരു ആഗ്രഹം. എന്താ അവിടെ നവാസിനൊരു 5 ജെട്ടി വെച്ചെടുക്കണം. വേടിക്കണൊക്കെ ജോക്കിയുടെ തന്നെ വേടിക്കണം. പൂ വെച്ചത് നിനക്ക് ബോംബൊക്കെ വേണ്ടേ? വെടിവെക്കാനുള്ള ലൈസൻസ് എടുക്കാൻ. തോക്ക് തോക്ക് വെടിവെപ്പേ ലൈസൻസ് തോക്കിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തീരുമാനെങ്കിൽ ഞാൻ മുതല് വെടിവെപ്പ് നിർത്താൻ തീരുമാനിച്ചു. ആരും ശല്യം ചെയ്യരുത്. വലിയ ആലോചനയിലാണ്. ഇവരുടെ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ഉള്ളി പരിപ്പു ചേർന്ന സാമ്പാറാ. ഇത് സാമ്പാറാ. ഓ തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ഉള്ളി പരിപ്പു ചേർന്ന സാമ്പാറാ. ഇത് സാമ്പാറാ. കായം മണക്കും, നേരം കൊതിക്കും, നാവ് തുടിക്കും, മോഹം നിറയും. ഓ ദോശയോ അതോ കുത്തരിച്ചോറോ കുഴച്ചു തിന്നാൻ സാമ്പാറാ. ചുടു സാമ്പാറാ.
ചേർന്ന സാമ്പാറാ